കണ്ണൂർ ഇരിട്ടിയിൽ പുഴയിൽ ചാടിയ കാപ്പ കേസ് പ്രതിയുടെ മൃതദേഹം കണ്ടെത്തി. കിളിയന്തറ പുഴയിൽ നിന്നാണ് തലശ്ശേരി സ്വദേശി റഹീമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് റഹീം പുഴയിൽ ചാടിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ മൃതദേഹം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരിട്ടി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള റഹീം തൊട്ട് സമീപമുള്ള പുഴയിലേക്ക് ചാടിയത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. വിവിധ സ്റ്റേഷനുകളായി 11 കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ട പ്രതി കൂടിയാണ്. ഇയാൾ ബംഗളൂരുവിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ പെട്ടെന്ന് ഇയാൾ പോലീസിന് തൊട്ട് മുമ്പിൽ നിന്ന് ഓടി പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഇയാൾക്കുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിരുന്നു. ഇന്നിപ്പോൾ കൂട്ടുപുഴയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയുള്ള കിളിയന്തറ പുഴയിൽ നിന്നാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ച് ഇപ്പോൾ ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിന്റെ പരിശോധനയ്ക്കിടെയാണ് കാപ്പ കേസ് പ്രതി കൂടിയായിട്ടുള്ള ഇയാൾ പുഴയിലേക്ക് ചാടിയത്. ഇയാൾക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം പുഴയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.